ആദ്യം കരിക്ക് മുറിച്ച് നമുക്ക് പരിപാടി തുടങ്ങാം. കരിക്ക് കൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് കരിക്ക് കൊണ്ടുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. അപ്പോൾ കരിക്കിൻ്റെ ഫ്ലഷ് നമുക്ക് ഇതിന്ന് എടുക്കണം. കരിക്കിൻ്റെ ഐറ്റം ചെയ്യുമ്പം ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ടാസ്ക് ഈ സാധനം ഇങ്ങനെ എടുത്ത് മാറ്റുക എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ തന്നെ കഴിച്ച് ഇത് കഴിയും. അപ്പോൾ കരിക്കിൻ്റെ വെള്ളവും ഈ ഫ്ലഷൊക്കെ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണം. അതായത് ചെറിയ പീസല്ല, ഒരു നീട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. എല്ലാ പീസും ഇങ്ങനെ നീട്ടത്തിൽ കട്ട് ചെയ്ത് മാറ്റണം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചട്ടി വെക്കാം. മൺചട്ടിയിലാണ് ഇന്നത്തെ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഉലുവ. അടുത്തായിട്ട് നമുക്ക് മുളകിട്ട് കൊടുക്കാം. മുളക് ഒന്ന് ഇതായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം ഒരുമിച്ച് വെച്ചുകൊണ്ട് ഒനിയൻ്റെ കൂടെ കറിവേപ്പിലയും കയറി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ജിഞ്ചർ, ഗാർലിക്, എല്ലാത്തിനും കൂടെ കറിവേപ്പിലുണ്ട്. ഇതെല്ലാം ഒരുമിച്ചിട്ടത് കാറ്റടിച്ച് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. കറിവേപ്പില എല്ലാത്തിനും കൂടെ വീണിട്ടുണ്ട്. നമ്മുടെ ഐറ്റം നമ്മൾ വിട്ടുപോയി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് നോക്കാം.
ഇതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങി വെച്ചിട്ട് വേണം മസാലകൾ ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. പെരിഞ്ജീരകം ആദ്യം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ പെരിഞ്ജീരകം ഇപ്പോൾ ആഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കതിലേക്ക് ആ പെരിഞ്ജീരകം കടിക്കുമ്പം ആ ഒരു ടേസ്റ്റ് അതിൻ്റെ സെപ്പറേറ്റ് കിട്ടണം. ആദ്യം ആഡ് ചെയ്തിട്ട് അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തത്. നമുക്ക് അടുത്തായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്ക് ഇടേണ്ടത് മല്ലിപ്പൊടി ഇട്ടൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിത് തിരിച്ച് അടുപ്പ് വയ്ക്കാം. അത്യാവശ്യം ഇനി കുഴപ്പമില്ല. അടുത്തായിട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയാണ്. ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത് കരിയാതെ നോക്കണം. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി. ഇത് കുരുമുളക് പൊടി സാധാരണ ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയ കുരുമുളകാണ്. അത് പൊടിച്ചെടുത്താണ്. നല്ല എരിവായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ തിളച്ചിട്ടുള്ളതിൽ നമ്മൾ ഇതുപോലെ പേസ്റ്റ് അടിച്ചതാണിത്. കരിക്ക് തന്നെ പേസ്റ്റ് അടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് അടിച്ചുകൊണ്ട് അല്ലാണ്ട് നമ്മൾ പീസാക്കിയിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരിക്കാണ്. കരിക്ക് നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചാണ്. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എന്തുപോലെ ഉണ്ടോ? കിടക്കുന്ന കാണുമ്പോൾ നീ അതിനെന്തേലും കണ്ടിട്ടുണ്ടോ? ഇത് കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കുട്ടിക്കാലമാണ്. പഴയ കുട്ടിക്കാലമല്ല, എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ കൂന്തൾ അറിയോ? കൂന്തൾ നിനക്ക് സ്ക്വിഡ് എന്ന് പറയും. കൂന്തൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കൂന്തൾ എന്ന് പറഞ്ഞൊരു കടലിലൊരു ഇതുണ്ട്. അത് സെയിം ഇതേപോലെ തന്നെ ഇരിക്കും. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉണ്ടോ? കുറച്ചുകൂടെ ആവാം. സമയം കുറച്ചുകൂടെ ഉപ്പിടാം. ഇത് നമുക്കിനി കുറച്ച് നേരം അടച്ചു വെച്ച് തിളപ്പിക്കാം.
നമുക്ക് നോക്കാം എന്തായിരുന്നു. അരിവാ അടിച്ചു പിടിച്ചോ? ഇല്ല, പിടിച്ചേനെ. ആ, സംഭവം തെറ്റി. അപ്പോൾ നമ്മുടെ കരിക്ക് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിനെന്താ ചെയ്യാനുള്ളത്? ഗാർണിഷിങ് അല്ല, ഇതിൻ്റെ കടുക് പൊട്ടിക്കണം നമുക്കിതിൽ. അപ്പോൾ അതുകൂടെ ചെയ്താൽ സംഭവം സെറ്റായി. നമുക്ക് അടുത്തതായിട്ട് കടുക് പൊട്ടിക്കാം. അപ്പോൾ പാൻ ഇതിൽ വെക്കാം. പാൻ ചട്ടി ചൂടാവുന്ന പോലെ അത്രയ്ക്ക് ടൈമൊന്നും വേണ്ട പാൻ ചൂടാവാൻ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാം. അവസാനമായിട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വാങ്ങാം. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കരിക്ക് റോസ്റ്റ് കഴിച്ചു നോക്കാം. അതായത് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയി കരിക്ക് ഇങ്ങനെ എടുത്ത് കരിക്ക് നമ്മളിങ്ങനെ എടുത്ത് ഇതിനൊക്കെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം ഇത് എങ്ങനെയുണ്ടെന്ന്, അല്ലേ? ഞാനിത് കഴിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറാണ്. അപ്പം നമുക്ക് ഇതുപോലുള്ള അതിമനോഹരമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.